ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? എൻ്റെ കുട്ടിക്ക് വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെയുണ്ട്, സമയമാകുമ്പോൾ പറയാം. നീലൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, വാ, നീ ഇതുവരെ ഈ വീട് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ ഉമ്മറ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾ നീലൻ്റെ കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൾ ആദ്യം ചെന്ന് നിന്ന് ഹാളിൻ്റെ ചില്ലിൻ്റെ അരമാരയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ട്രോഫികൾക്കും മെഡലുകൾക്കും മുന്നിലാണ്. ഇതെല്ലാം നിൻ്റെയാണോ? അത്ഭുതം കണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. പിന്നെ വല്ലവർക്കും കിട്ടിയത് ഇവിടെ കൊണ്ടുവയ്ക്കുമോ? ഓ, ഇത്രയും സമ്മാനം കിട്ടിയതിൻ്റെ അഹങ്കാരമായിരിക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട് ട്രോഫിയൊക്കെ. എന്തിനാണാവോ? നീലൻ ചോദിച്ചു. ഒന്ന് 10 ജയിച്ചതിനും പിന്നെ ഒന്ന് +2 ജയിച്ചതിനും. അത് പറഞ്ഞ അപ്പോൾ മുന്നോട്ട് നടന്നു. അവളുടെ തോളിൽ കൈയിട്ട് നീലനും. എന്തുപോലെ വീടാ നീല ഇത്? ഇവിടെ ഒറ്റയ്ക്ക് ആയിരിക്കുമെന്ന് എനിക്ക് പേടിയായില്ലേ? എന്തിനാ പേടി? ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ ഇത്. നീലൻ ആ വീട്ടിലെ ഓരോ മുറി അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ റൂം. നീലൻ വിശാലമായ ഒരു റൂമിനുള്ളിലേക്ക് കയറി. തടി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ആ മുറി മുഴുവൻ. റൂമിൻ്റെ ഒത്ത നടുക്കൊരു വലിയ കട്ടിൽ, സൈഡിൽ 2 അലമാരി, ഒരു ടേബിള്, ഒരു കസേര. ഒരു ഭാഗത്ത് തടി കൊണ്ടുണ്ടാക്കിയ വലിയൊരു ഷെൽഫിൽ നിറയെ പുസ്തകങ്ങൾ. ഇതെല്ലാം നീ വായിച്ച പുസ്തകങ്ങളാണ്? ഇതിലേതാ ബുക്കാ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പെരുമ്പടത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം. ഒരു പ്രണയകഥയാണ്. 18 വയസ്സ് പ്രായമുള്ള അന്നയുടെയും 40-45 വയസ്സോളം പ്രായമുള്ള ഒരാളുടെയും കഥ. പ്രണയിക്കാൻ പ്രായം ഒരു വിഷയമല്ല എന്ന് തെളിയിച്ച ഒരു പ്രണയകഥ. നമ്മളെപ്പോലെ അല്ലേ? അവൾ ചോദിച്ച നീലൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. സമയം ഒരുപാടായി, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? വാ. നീലൻ അവളെയും വിളിച്ച് അടുക്കളയിലേക്ക് നടന്നു. ഉച്ചയ്ക്കുണ്ടാക്കിയ സദ്യയുടെ ബാക്കി കറികളുണ്ടായിരുന്നില്ല, വേറെ ഒന്നും വെച്ചിരുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീലനും അടുക്കള ഒതുക്കാൻ കൂടി. അതെല്ലാം കഴിഞ്ഞ് അവർ ഒരുമിച്ചാണ് റൂമിലേക്ക് പോയത്. ഇനി എന്താ പരിപാടി? നീലൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചു. എന്തു പരിപാടി? അപ്പോൾ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായി എന്ന് പറയായിരുന്നു. അവൻ അവളുടെ അരികിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അതിന്? നമ്മുടെ ഒപ്പം കല്യാണം കഴിഞ്ഞവർക്കൊക്കെ കുട്ടികളാവാറായി. നീലൻ പറഞ്ഞു ഒന്നും മനസ്സിലായെങ്കിലും അപ്പോൾ അത് പുറത്ത് കാണിച്ചില്ല. ഈ നീലിന് ഇതെന്താ പറ്റിയ? പരസ്പര ബന്ധമില്ലേ അതോരെന്ന് പറയണേ. ഞാൻ കിടക്കാൻ പോവാ. അത് പറഞ്ഞ് അവൾ ബെഡിലേക്ക് കിടന്നു. ഇങ്ങനെ പോയ മനുഷ്യന് വല്ലതും പറ്റും? ഏത് നേരത്താണവോ? അവൻ പിറുപിറുത്തോണ്ട് ലൈറ്റ് ഓഫാക്കി. എന്തെങ്കിലും പറഞ്ഞോ നീല? അപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, ദുസ്വപ്നം കാണാതിരിക്കുന്ന നാമം ജപിച്ചതാ. അത് പറഞ്ഞ് നീലനും ബെഡിൽ വന്ന് തിരിഞ്ഞു കിടന്നു. അവൻ്റെ സംസാരവും ഭാവം കണ്ട് അപ്പൂന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ പതിയെ നീലന് നേരെ തിരിഞ്ഞു കിടന്ന് അവൻ്റെ പുറത്ത് തട്ടി. എന്താടാ? അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. ഉറക്കം വരുന്നില്ല. എന്നാൽ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചോ, വേഗം ഉറക്കം വരും. അത് വേണ്ട, അവൾ തല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ TV കണ്ടോ? വേണ്ട. ഞാൻ പാട്ട് പാടിത്തരണോ? അതും വേണ്ട. നീ എന്താ പാതിരാത്രി ആളെ കളിയാക്കണോ? പിന്നെന്താ നിനക്ക് വേണ്ടേ? നീലന് ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. നിന്നെ, അവൾ അവൻ്റെ നെഞ്ചിൽ ചൂണ്ടുവരെ തൊട്ടുകൊണ്ട് പറഞ്ഞു. എന്ത്? നിന്നെ മതിയെന്ന് അവൾ വീണ്ടും പറഞ്ഞു. നീലൻ്റെ മുഖം വിടർന്നു. സത്യമായിട്ടും സമ്മതാണോ? അവൾ അതേ എന്ന രീതിയിൽ കണ്ണ് ചിമ്മിയത് നീലൻ്റെ മുഖത്തിൽ പുഞ്ചിരി വിടർന്നിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.